ഹലോ. ഈ കഴിഞ്ഞ ലോങ് ഹോളിഡേയ്സിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒമാനിലുള്ള സലാലയിലോട്ടാണ് കേട്ടോ. ത്രൂ റോഡ് ഞങ്ങൾ 4 പേര് ചേർന്നിട്ടാണ് ഈ ട്രിപ്പ് പോയത്. അപ്പോൾ ഏകദേശം 13-14 മണിക്കൂറോളം നീണ്ട ഒരു യാത്രയാണ് UAE നിന്ന് സലാല വരെ ത്രൂ റോഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഏകദേശം 10-11 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സലാല വരെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ ഇതിലൂടെ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അബുദാബിയിൽ നിന്നും ഒമാനിലേക്കോ സലാലയിലേക്കോ ഒക്കെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അലൈൻ വഴിയാണ് കേട്ടോ ബോർഡർ ക്രോസ് ചെയ്യേണ്ടത്. മസ്ജിദ് ബോർഡറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു കൗണ്ടർ ഉണ്ടാവും. ആദ്യം തന്നെ UAE നിന്നും എക്സിറ്റ് ആവുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അവിടെ നിന്ന് എക്സിറ്റ് ആകുന്ന സമയത്ത് നമ്മളോട് കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഉണ്ടോ, മുൽക്കിയുണ്ടോ, പിന്നെ എത്ര പേരാണ് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ 4 പേർക്ക് 90 ദിറംസ് ആണ് അവിടെ പേ ചെയ്തത്. UAE എക്സിറ്റ് ആയി കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒമാൻ എൻ്റർ ആവുകയാണ് കേട്ടോ. ആ എൻ്റർ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവിടെ കൗണ്ടറിൽ അവരോട് പറഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വിസ ഉണ്ടെന്ന്. ഏറ്റവും നല്ലത് ഓൺലൈനായിട്ട് വിസ എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കാറിന് ഒരു ഇൻഷുറൻസും ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കണം. അവിടെ ചെന്ന് എടുക്കാനാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട്സ് അറൈവൽ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാവും. അവിടെ ചെന്ന് നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ അത് നല്ല ഡിലേ ആയിരിക്കും കേട്ടോ. പാസ്പോർട്ട് സ്റ്റാമ്പിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ചെക്ക് പോയിന്റിൽ ഉടനെ തന്നെ കാണുന്ന ചെക്ക് പോയിന്റിൽ നിങ്ങളുടെ വണ്ടിയൊക്കെ ഒന്ന് അവർ ചെക്ക് ചെയ്യും കേട്ടോ. ബാഗ് കാര്യങ്ങളൊക്കെ ഇല്ലീഗലായിട്ട് നിങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജസ്റ്റ് ഒന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1200 കിലോമീറ്ററോളം ഇതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. ചുറ്റിനും മലയും പിന്നെ മരുഭൂമി അല്ലാതെ വേറൊന്നുമില്ല. ഓരോ 150 കിലോമീറ്റർ കഴിയുമ്പോഴും നമുക്ക് ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ്സ് കാണാൻ പറ്റും കേട്ടോ. അതിനോടൊപ്പം തന്നെ ചെറിയ ഹോട്ടൽസൊക്കെ കാണാൻ പറ്റും ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ പെട്രോൾ പമ്പിലൊക്കെ എല്ലാം വാഷ്റൂമും കാര്യങ്ങളും ഉണ്ട്. അവിടെ നിങ്ങൾ ഒരുപാട് നീറ്റ്നെസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഫുഡിൻ്റെ ചോയ്സൊക്കെ ആണെങ്കിലും ഒരുപാട് കുറവാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ ധാരാളം വെള്ളവും ഫുഡും ഒക്കെ കരുതണം. അത്യാവശ്യത്തിന് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. ഓരോ സ്ഥലത്തും നിർത്തി. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൺ ദ വേ കുറേ ദൂരം സ്ട്രീറ്റ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇടയ്ക്ക് ഇതുപോലെ ഓരോ കുഞ്ഞു സിറ്റികൾ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം, എവിടെയാണ് നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നതെന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞ് സലാല എത്തിക്കഴിഞ്ഞാലാണ് ഇതുപോലൊരു പച്ചപ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. സലാല എത്തുമ്പോഴേ ക്ലൈമറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങും. ചെറിയ രീതിയിലൊരു തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഹ്യൂമിഡാണ്. നമ്മുടെ നാട്ടിലെ അതേ കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു ബീച്ച് ഹോട്ടലിലായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നിലായിട്ട് ഒരു വലിയ ബീച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിലെ പോലെ തന്നെ ഈ ബീച്ചിൽ നല്ല വേവ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അതിൽ കൂടുതൽ വേവ്സ് ആണ്. അതുകൊണ്ട് അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, നമുക്ക് ഇറങ്ങാൻ പറ്റത്തുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ ജേർണി പിറ്റേ ദിവസം വൈകുന്നേരം 3-4 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നത്. അപ്പോൾ അത്രയും ദൂരമുള്ളൊരു ഡിസ്റ്റൻസ് ഉള്ളൊരു ജേർണി ആയിരുന്നു ഇത്. ഞങ്ങൾ ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തു. ഓൺ ദ വേ മുഴുവൻ ഇതുപോലെ നിറയെ വാഴത്തോപ്പും അതുപോലെ തെങ്ങുംതോപ്പും ഒക്കെയാണ് കേട്ടോ. നാട്ടിലെ പോലെ തന്നെ നമുക്ക് തോന്നിപ്പിക്കും. ചില വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാട്ടിലെ ഊടുവഴി പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സൂക്കുണ്ടായിരുന്നു. സൂക്കെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലോക്കലി കിട്ടുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയില്ലേ, അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് ഷോപ്സ് കാണാൻ പറ്റും, സ്റ്റോൾ നീണ്ട്. അതായത് ഇവിടുത്തെ ഫ്രൂട്ട്സ്, ലോക്കലി ഗ്രോ ചെയ്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്ന കടകൾ. അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുഡിൻ്റെ ഓപ്ഷൻസും വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്ത് ഒരുപാട് നല്ല ഹോട്ടൽസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നീറ്റ്നെസ്സും കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഇവിടുത്തെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഫുഡ് നമ്മളുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കുറവാണ്. ബാക്കി ക്വിസിൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ടൗണൊക്കെ ആണല്ലോ ഇതുപോലെ ചെറിയ ടൗണൊക്കെയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളുടെ ആക്ച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ സലാല വിസിറ്റ് ചെയ്യാൻ നേരത്തേക്ക് അവിടുത്തെ മൺസൂൺ സീസണിൽ വേണം കേട്ടോ വിസിറ്റ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ വാട്ടർഫോൾസോ ഒന്നും കാണാൻ പറ്റത്തില്ല. കുറച്ച് ഡ്രൈ ആയിരിക്കും എല്ലായിടവും. ജൂലൈയോടുകൂടിയാണ് ഇവിടുത്തെ മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ദ ബെസ്റ്റ് ടൈം ഇവിടെ ട്രാവൽ ചെയ്യാനായിട്ട് കേട്ടോ. ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും അധികം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വാട്ടർഫോൾസ് ഒന്നും തന്നെ നമ്മൾ കണ്ടില്ലെന്ന് വേണം പറയാനായിട്ട്. ഇത് ഐൻ രാസത്താണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ആക്ച്വലി നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കാണാം നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, മൊത്തം വരണ്ട് കിടക്കുമായിരുന്നു. സലാല സിറ്റിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ ഐൻ റാസത്തുള്ളത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട്, അത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. മാക്സിമം ഉച്ചയോടുകൂടി നമ്മൾ മാക്സിമം സ്പോട്ട്സ് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. പിന്നെ ഓൺ ദ വേ ഇതുപോലെ നല്ല മൂടി കിടക്കുമായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴയും പൊടിക്കുന്നുണ്ടായിരുന്നു. സലാല മൊത്തം ഇതുപോലെ നല്ല മലകളും പച്ചപ്പും ഒക്കെയാണ് കേട്ടോ. മൺസൂൺ അല്ലാഞ്ഞിട്ട് പോലും ചെറുതായിട്ട് മഴയും പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് സലാല
ഇഷ്ടം പോലെ ക്യാമൽസിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പശുക്കൾ, ആട്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചുമ്മാ മലയിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ 1 സെക്കൻഡ് സ്പോട്ട് വന്നിട്ട് ഐൻ അത്തും ആയിരുന്നു കേട്ടോ. ഇതും നല്ലൊരു വാട്ടർഫോൾ കാണാൻ പറ്റുന്നൊരു സ്പോട്ടായിരുന്നു. പക്ഷേ സമ്മറിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വാട്ടർഫോളേ ഉണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ നല്ല മരങ്ങളും തണലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, കിളിക്കൂടൊക്കെ തൂങ്ങിക്കിടക്കുന്നത്. ഭയങ്കര നാച്ചുറലി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ സലാല. അപ്പോൾ നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ ഈ ഒരു സീസണിൽ പോയത് കൊണ്ട് പല സ്ഥലത്തും നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റിയില്ലെന്ന് വേണം പറയാൻ. ആക്ച്വലി വാട്ടർഫോൾസ് നിങ്ങൾ ജൂലൈ ഓഗസ്റ്റ് സീസണിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടവും വെള്ളമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതേ വീണ്ടും തിരിച്ചിറങ്ങി. അപ്പോഴാണ് അതേ ഒരു കൂട്ടം ക്യാമൽസ് ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലോട്ട് വന്നത് കേട്ടോ. ഞങ്ങൾ കുറേ നേരം നിർത്തിയിടേണ്ടി വന്നു. ഇത്രയും ക്യാമൽസിനെ ഞാൻ ആദ്യമായിട്ടാണ് ഒന്നിച്ച് കാണുന്നത്. ജസ്റ്റ് ചുമ്മാ അങ്ങ് നടന്നു വരുമായിരുന്നു കേട്ടോ റോഡിൻ്റെ മുന്നിൽ കൂടെ. നമ്മൾ കുറേ നേരം അവിടെ വണ്ടി നിർത്തിയിടേണ്ടി വന്നു കേട്ടോ. ഇവരെല്ലാം പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റിയത്. നമ്മുടെ അടുത്ത സ്പോട്ട് വന്നിട്ട് തവി അത്തേറാണ് കേട്ടോ. ഇത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയൊരു സിങ്ക് ഹോളാണ്. നാച്ചുറലായിട്ട് ഫോം ചെയ്ത സിങ്ക് ഹോളാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിങ്ക് ഹോളിലും ഒന്നാണ്. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം 212 മീറ്റർ ആണ് കേട്ടോ. ഇവിടുത്തെ പഴയ ആൾക്കാർ വിശ്വസിക്കുന്നത് പണ്ടൊരു ഉൽക്ക വന്ന് വീണിട്ടാണ് ഈ ഒരു സിങ്ക് ഹോൾ ഉണ്ടായതാണ്. സിങ്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, താഴോട്ടുള്ളൊരു വലിയ കിണർ പോലെയാണ് കേട്ടോ, വലിയൊരു ഗുഹ പോലെയാണ്. സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും ചുണ്ണാമ്പ് കല്ലുകളാണ് കേട്ടോ. മഴ പെയ്ത് ചുണ്ണാമ്പ് കല്ല് ഒലിച്ചു പോയിട്ടാണ് ഇങ്ങനെ വലിയ ഗുഹ ഫോം ചെയ്യുന്നതും എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് തവി അത്തൈർ, നമ്മുടെ 3ാമത്തെ സ്പോട്ട്. അപ്പോൾ നമ്മുടെ 4ാമത്തെ സ്പോട്ട് ജബൽ സംഹാനാണ് കേട്ടോ. നമ്മുടെ UAE ഉള്ള പോലെ ജബൽ അഫീത്ത് പോലെയൊക്കെയുള്ള ഒരു മലയുടെ മോൾവശമാണിത്. ഏകദേശം 2100 മീറ്ററാണ് ഈ മലയുടെ ഹൈറ്റ് വന്നിട്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ കിട്ടും, കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ 5ാമത്തെ സ്പോട്ട് ഗ്രാവിറ്റി ഹില്ലാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയായിരിക്കും. വണ്ടിയൊക്കെ നമ്മൾ നിർത്തി ന്യൂട്രലിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ തന്നെ കയറ്റം കയറി പൊയ്ക്കൊണ്ടിരിക്കും. കുപ്പിയൊക്കെ ഇട്ട് ആൾക്കാർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. തന്നെ മുകളിലോട്ട് കുപ്പിയൊക്കെ മൂവ് ചെയ്ത് പോകും. ഇത് ഡ്രൈവറിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ളവർക്ക് ഇത് വെറും കാഴ്ച മാത്രമാണ്. ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടുന്ന് നമ്മൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് പയ്യെ നമ്മൾ മല ഇറങ്ങി. ഇത് കണ്ടോ, ഓൺ ദ വേ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പശുക്കൾ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലോട്ട് ഞങ്ങൾ പോകുന്നത്. ഇത് മുഗസൈൽ ബീച്ചാണ്. മുഗസൈൽ ബീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാത്ത് വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ച് കണ്ടപ്പം അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് ആ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഇത് ആക്ച്വലി നമ്മൾ ഇപ്പം രാവിലെ കവർ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അതായത് വെസ്റ്റേൺ സൈഡ് ഓഫ് സലാലയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതും ഓൺ ദ വേ നമുക്ക് ഇഷ്ടം പോലെ മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി ഇത് കുറച്ച് ദൂരം ഇങ്ങനെ ഉണ്ട് കേട്ടോ, മലകളൊക്കെ തന്നെയാണ് ഫുള്ള്. പിന്നെ കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ വില്ലേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ചെറിയ വില്ലേജാണ്. അതുപോലെ ഒട്ടകങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓൺ ദ വേ. ഒട്ടകങ്ങളെ നിങ്ങൾ തട്ടാനൊന്നും പാടില്ല. നമ്മളൊരു ഒട്ടകത്തിനെ കണ്ട് വണ്ടി നിർത്തിയിട്ടപ്പം അവിടുത്തെ ലോക്കൽസൊക്കെ നമ്മളെ ഒരു രൂക്ഷമായിട്ട് നോക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം അവർക്ക് ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു ആനിമലാണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഓൺ ദ ടോപ്പ് വ്യൂ പോയിന്റ് എത്തി തുടങ്ങാൻ നേരത്തേക്ക് തന്നെ മൊത്തം മഞ്ഞായിരിക്കും കേട്ടോ. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരുപാട് നിർത്തിയിട്ടിട്ടാണ് കേട്ടോ പോയത്. അതായത് ഫ്രണ്ടിലുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പേടിയായിരുന്നു വണ്ടി തട്ടുമോ എന്നുള്ളത്. മാത്രമല്ല ഫ്രണ്ടിൽ റോഡുണ്ടോ കൊക്കെയാണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ആയിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ വ്യൂ പോയിന്റിലോട്ട് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല, കാരണം അത്രയും മഞ്ഞായതുകൊണ്ട് ഞങ്ങൾ നിർത്തിയിട്ട് കേട്ടോ. ഒന്നും തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പേടിയായിരുന്നു പിന്നെ മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നേരത്തെ പോകണം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 5:30 ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഡേ 1 ഇൻ സലാല ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്തത് ഡേ 2 ആണ്. കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.